നമ്മളെ വീട്ടമ്മമാർക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതല്ലേ പുട്ട്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പുട്ടാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പുട്ടിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു കറിയുടെ ആവശ്യമില്ല. നല്ല സോഫ്റ്റ് പുട്ടാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അതിനായി 2 പഴുത്ത മാമ്പഴം തോല് കളഞ്ഞതിന് ശേഷം ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി അത് മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് പാല്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. ബൗളിലോട്ട് 1 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു മാങ്ങപ്പുട്ട് കുറച്ചും കൂടി സ്പെഷ്യലാക്കുന്നത് ഈ ഒരു കാര്യം ചേർക്കുമ്പോഴാണ്. അതായത് ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ചേർത്തെടുക്കാം. 1/4 കപ്പ് നാളികേരവും നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മാങ്ങയുടെ പേസ്റ്റും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ സാധാരണ പുട്ടിന് മാവ് നനയ്ക്കുന്ന മാതിരി ഇതുപോലെ ഒന്ന് നനച്ചെടുക്കാം. ഇനി ഇതൊരു 10 മുതൽ 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി നമ്മൾ സാധാരണ പുട്ടിന് മാവ് നിറയ്ക്കുന്ന മാതിരി പുട്ടുകുറ്റിയിൽ നിറച്ചെടുക്കാം. അങ്ങനെ സ്വാദേറിയ സ്പെഷ്യൽ മാംഗോ പുട്ട് റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്